മാടിനെ പോലെ നിന്ന് അവിടത്തെ പണിയെടുത്ത കൊച്ചാണ് ഈ പറയുന്ന അനുമോള്. അവിടെ ഗോതമ്പ് ദോശ ഡെയിലി രാവിലെയും വൈകിട്ടും ഗോതമ്പ് ദോശ 2 എണ്ണം വീതം ചുട്ട് ഇവർക്ക് വയറും നിറയാതെ തിന്നുകൊണ്ടിരുന്നവരാണ് ഇവർ. ഈ പ്രമേയിൽ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഈ പറയുന്ന എന്താണ്, താമസിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. നാളത്തെ പ്രമ വന്നിട്ടുണ്ട്. കിച്ചണിൽ അനുമോളെ എല്ലാരും കൂടി ചേർന്ന് ഫയർ ചെയ്യുന്ന ഒരു പ്രമോയാണ് കണ്ടത്. പ്രമോ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ 3-4 ദിവസം കൊണ്ട് മാടിനെ പോലെ നിന്ന് അവിടെ പണിയെടുക്കുന്ന ഒരു കൊച്ചാണ്. ഇനിയിപ്പോ എന്നെ നിങ്ങൾ PR ആക്കിയാലും തേങ്ങ ആക്കിയാലും എനിക്കൊരു തേങ്ങയില്ല, എനിക്കുള്ളത് ഞാൻ ഉള്ളതുപോലെ പറയും. മാടിനെ പോലെ നിന്ന് അവിടത്തെ പണിയെടുത്ത കൊച്ചാണ് ഈ പറയുന്ന അനുമോള്. അവിടെ ഗോതമ്പ് ദോശ ഡെയിലി രാവിലെയും വൈകിട്ടും ഗോതമ്പ് ദോശ 2 എണ്ണം വീതം ചുട്ട് ഇവർക്ക് വയറും നിറയാതെ തിന്നുകൊണ്ടിരുന്നവരാണ് ഇവർ. ഈ പ്രമേയിൽ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഈ പറയുന്ന എന്താണ്, താമസിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുക്ക് ചെയ്യാൻ താമസിച്ചു പോയി, ഫുഡ് കിട്ടാൻ താമസിച്ചു പോയി, ആ പ്രമോയില് നമുക്ക് പറയാം. അപ്പോ ഇവിടെ അനുമോള് വന്നതിന് ശേഷം, അല്ലെങ്കിൽ അനുമോള് ഇതിനകത്ത് വന്നതിന് ശേഷം ഫുള്ളായിട്ട് അത് ആ വീട്ടിലുള്ളവരും അവരുടെ പിന്നെ കിച്ചൺ ക്യാപ്റ്റൻ ഉൾപ്പെടെ പറയുന്നത് എനിക്ക് അനുമോളിനൊന്നും പറയാൻ പറ്റില്ല. കാരണം അവള് മാട് പോലെ പണിയെടുക്കുന്നു. ഇവിടെ അനുമോള് കൊടുക്കുന്ന ആഹാരം ചപ്പാത്തി, ഈ പറയുന്ന ഉപ്പുമാവ് 2 ദിവസം, ഇന്ന് രാവിലെ കൊടുത്തത് പൂരിയാണ്. അതുമല്ല 1 കിലോ ചിക്കൻ, ഈ മട്ടൺ 1 കിലോ ചിക്കൻ ആയിക്കോട്ടെ മട്ടൺ ആയിക്കോട്ടെ എല്ലാവർക്കും കൃത്യമായ അളവിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇവരിപ്പോ പറയുന്നു താമസിച്ചു പോയി എന്ന് പറഞ്ഞ് ഇവരിപ്പോ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇവള് ചെയ്തതെന്ന് പറയുമ്പോൾ 5 മണി ഇതുവരെക്കായിട്ടും ആരും എണിക്കാത്ത സമയത്ത് 5 മണിക്ക് രാവിലെ എണീറ്റ് എല്ലാവരെയും വിളിച്ചുണർത്തി കുക്ക് ചെയ്ത് അമ്മാർ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുത്തു. അതായത് ഉപ്പുമാവൊക്കെ നിനക്കൊക്കെ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് പൂരി പിന്നെ ഉണ്ടാക്കിയപ്പോ വീണ്ടും 1 വേണോ 2 വേണോ എല്ലാവർക്കും വയറ് നിറച്ച് കൊടുത്തവൾക്ക് ഇന്ന് വയറ് നിറച്ച് തിരിച്ച് വീട്ടുകാർ കൊടുക്കുന്നുണ്ട്. മറ്റതല്ലെങ്കിൽ 2 അതും ചപ്പാത്തിയല്ല, ഒരിക്കലും എന്തോ ചപ്പാത്തി ഉണ്ടാക്കി 2 എന്തുമാത്രം ഈ പറയുന്ന ഉണക്ക ഈ ഗോതമ്പ് ദോശ അത് 2 എണ്ണം വീതം തിന്നുകൊണ്ടിരുന്നവന്മാരാണ് ഇപ്പോ ഇത് വന്ന് അനുമോളുടെ തലയിൽ കയറിയിരിക്കുന്നത്. നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ. മര്യാദക്കല്ലേ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് അനുമോളെ എന്നാണ് പറയുന്നത് നൂറയാണ്. ഓക്കെ. മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പരിപ്പ് കറി ഉണ്ടാക്കാൻ. അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കറി ഉണ്ടാക്കാൻ താമസിച്ചു എന്നുള്ളതാണ്. അനുമോൾ പറയുന്നത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇടണ്ടേ, വേവിക്കാൻ സമയം എടുക്കില്ല എന്നാണ് അനുമോൾ അവിടെ വാദിക്കുന്നത്. ബാക്കി ആരും അവിടെ കിടന്ന് അപ്പോ അവിടെ ഷാനവാസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ചപ്പാത്തി ഉണ്ടാക്കണം, മറുഭാഗത്ത് കറി ഉണ്ടാക്കണം. അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല കറി ഉണ്ടാക്കേണ്ടത് എന്ന് ഷാനവാസ് പറയുന്നു. നിനക്ക് തലച്ചോറില്ലേ എന്ന് പറയുന്നു. അവിടെ വെച്ചാണ് അനുമോള് സ്വാഭാവികമാണല്ലോ കരച്ചിൽ തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ അക്ബർ പറയുന്നുണ്ട് അനുമോളോട് ചൂടാവരുത്. ചില ആൾക്കാർ പറയും അനുമോളോട് മാത്രമാണ് ചൂടാകുന്നത്. ഇതൊക്കെ ഒരു സാഡ് സോങ് ഇട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു സാഡ് സോങ് ഇട്ടാണ് ഇതിനകത്ത് അവർ പ്ലേ ചെയ്യുന്നത്. അതായത് എനിക്കിത് മനസ്സിലായത് ഏഷ്യാനെറ്റിന് തന്നെ ഇത് അവർ ചെയ്യുന്നത് ഒരു ബാഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ അതനുസരിച്ചാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ രേണുവിന്റെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഏത് ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഏഷ്യാനെറ്റ്. അത് രേണുവിനെ ആക്കിക്കൊണ്ട് തന്നെയാണ് ആ ട്രോൾ ചിരിച്ചു ചാവാനുണ്ട് ആ ട്രോൾ. അപ്പൊ ഇവിടെയും ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവളെ ഇന്നലെ എന്തോ പറയുമ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ പറയുന്നത് ഞാൻ കേട്ടു. ആരോ പറഞ്ഞു പരിപ്പ് കറി ഉണ്ടാക്കുന്ന വേണ്ട, പരിപ്പ് കറിയിൽ നിങ്ങൾ ഇത്രയും കാലം അവർ കഴിച്ചുകൊണ്ടിരുന്ന പരിപ്പ് കറിയിൽ നിങ്ങൾ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം, എന്റെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ഒരു ദിവസം ഇത്രയും ദിവസം നിങ്ങൾക്ക് ഇത്രയും നീറ്റായിട്ട് ആഹാരം ഉണ്ടാക്കി തരുകയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം താമസിച്ചതിന് എന്തിനാ എല്ലാവരും കൂടി ഇവരെ ഫയർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനകത്ത് വിഷയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ ഈ പറയുന്ന അനുമോള് കാരണം വേറെ എന്തെങ്കിലും വിഷയം നടന്നോ എന്നറിയില്ല. കാരണം ഈ നൂറെ പോലുള്ളവരൊക്കെ വന്ന് അവരെ കൂടെ ഉണ്ടായിരുന്ന അവരൊക്കെ വന്ന് ഇവരെ ഫയർ ചെയ്യുന്നു. ഈ പറയുന്ന ഷാനവാസൊക്കെ വന്ന് പിന്നീട് ബുദ്ധി വേണം മോളെ. എന്നാലും ഇതിപ്പം റീല് കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ റീല് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. കാരണം ഇതുവരെ എന്റെ ഒരു സത്യസന്ധമായിട്ടൊരു വിലയിരുത്തലാണെങ്കിൽ മാടിനെ പോലെയാണ് അവിടെ നിന്ന് പണിയെടുത്തത്. യുവമാർ ഇത്രയും കാലം തിന്നതിനെയും കാട്ടി അപ്പുറം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ഒരു പെങ്കൊച്ചാണ്. എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. ഇവർക്ക് സ്വാദിഷ്ടമായ ഫുഡ് കൊടുത്തു എന്ന് മാത്രമല്ല ക്വാണ്ടിറ്റിയിൽ കൊടുത്തു. അത് അവിടെയുള്ളവർ തന്നെ പറഞ്ഞു ഇവരെയൊക്കെ വയറ് നിറയുകയാണ്. അല്ലെങ്കിൽ രണ്ട് ദോശ, ഈ ഗോതമ്പ് ദോശ മാത്രം കഴിച്ചുകൊണ്ട്, ഗോതമ്പ് ദോശ എല്ലാവർക്കും അങ്ങനെ പിടിക്കുന്നില്ല. ഈ 2 ഗോതമ്പ് ദോശ മാത്രം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് വയറ് നിറച്ച്, അത് ഉപ്പുമാവായിക്കോട്ടെ ചപ്പാത്തി, അതിൽ ഒരു ദിവസമാണ് എനിക്കൊന്നിന് ഒരു ദിവസം മാത്രമാണ് ഞാൻ കണ്ടത് അവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും 2 ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കി, ബാക്കി ചപ്പാത്തി ഉണ്ടാക്കി. ഇന്ന് രാവിലെ പൂരിയാണ് ഉണ്ടാക്കിയത്. പൂരി ഉണ്ടാക്കി എല്ലാവർക്കും ആദ്യം 2 കൊടുത്തിട്ട് ഇവള് ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിക്കുക നിനക്ക് വേണോ എന്ന് ചോദിക്കുക. അനീഷ് 3 വാങ്ങിച്ചു. അതിന് ശേഷം ഈ പറയുന്ന ഷാനവാസ് അടുത്തിരുന്നു കൊണ്ട് 2 വാങ്ങിച്ചു. ഈ പറയുന്ന അക്ബറിനാണ് ആദ്യം അവൾ എക്സ്ട്രാ കൊടുത്തത്. അക്ബർ ഈ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അക്ബർ നേരെ അവിടെ പോയിട്ട് ആദ്യം എനിക്ക് തോന്നുന്നു പിന്നീട് നമ്മുടെ ഇവന്റെ നപ്പാനിൽ ഇരുന്ന് ഒരു പൂരി വാങ്ങും. ഒരു പൂരി വാങ്ങിച്ചിട്ട് വീണ്ടും വന്ന് എനിക്ക് ഒന്നും കൂടി തരും ഒന്ന് അനുമോളുടെ അടുത്ത് ചോദിക്കും. അനുമോള് ഒരു പൂരിയും കൂടി കൊടുക്കും. ഇതും കൊണ്ട് ഇവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ല കഴിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആരെങ്കിലും കാണുമല്ലോ എന്ന് കരുതി ഇവൻ അപ്പുറത്ത് ആ സോഫയിൽ പോയിരുന്ന് കഴിക്കുന്നത് ഞാൻ രാവിലെ കണ്ടതാ. അതിനുശേഷമാണ് അനുമോള് ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് ആർക്കെങ്കിലും വേണോന്ന് വെച്ചാൽ ഓരോന്ന് വന്നിട്ട് കൊടുക്കുമ്പോൾ ഇനി 1 or 2 വേണോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് സ്ഥലത്തിരുന്ന് വാങ്ങുന്നുണ്ട്. ഈ പറയുന്ന പിന്നീട് അനീഷ് 3 വാങ്ങുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും രേണു സുധിക്ക് ഉൾപ്പെടെ സുനയ്ക്ക് ഉൾപ്പെടെ 2 വെച്ച് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും വയറ് നിറഞ്ഞ് ഇത്രയും ദിവസം, ഇനി നാളെയും കൂടി ഉള്ളൂ തോന്നുന്നു, ഇത്രയും ദിവസം വയറ് നിറഞ്ഞ ആഹാരം കൊടുത്ത് ഒരു ദിവസം താമസിച്ചപ്പോ എല്ലാം മറന്നു. കണ്ടോ, എല്ലാം മറന്നു. എല്ലാവരും കൂടി അവരുടെ തലയിലാണ്. ഇതിനാണ് ആഹാരം താമസിച്ചതിലാണ് ഇവർ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ മോശം. ഇത് വളരെ മോശമാണ്. അതുമല്ല ഇത് പിന്നീട് അനുമോളുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ അവൾക്ക് ഇത് ലാഭമേ ചെയ്യുള്ളൂ. കാരണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിപ്പുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട് എന്തുമാത്രം പിന്നെ ആത്മാർത്ഥതയോടുകൂടി എന്തുമാത്രം രാവിലേക്ക് എഴുതിച്ചു. കാരണം ഇത് ചെയ്യുന്നത് രാവിലേക്ക് എഴുതി എനിക്ക് ഇത്രയും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും ഞാൻ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും എന്ന് 4 ആളെ കാണുകയും എല്ലാവരും ഞാൻ തെളിയിച്ചു കൊടുക്കണം എന്നൊരു വാശിയുണ്ട്. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ജിസൈൽ അവിടെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ എത്ര മണിക്കാണ് അവർക്ക് ഫുഡ് കിട്ടിയത്? ജിസൈലിന്റെ ടീം ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് എത്ര മണിക്കാണ് ഫുഡ് കിട്ടിയത്? രാവിലേക്ക് എന്ത് താമസിച്ച? അപ്പൊ ഇത്രയും ഫയർ നമ്മൾ കണ്ടില്ല. ഇന്നിപ്പോ എല്ലാവരും കൂടി ഒത്തിരുന്ന് അനുമോളെ ഫയർ ചെയ്യുന്നുണ്ട്. എന്തോ ആക്കട്ടല്ലേ. എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ടുവരേണ്ടത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.